സുകുമാർ അഴീക്കോട് മാഷിൻ്റെ പ്രഭാഷണ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില പരമ്പരകളുണ്ട്. ഭാരതീയം, രാമായണം, ഇങ്ങനെയുള്ള ശീർഷകങ്ങളിൽ അദ്ദേഹം ദിവസങ്ങളോളം നീണ്ടുനിന്ന പ്രഭാഷണ പരമ്പരകൾ നടത്തിയിട്ടുണ്ട്. സംസ്കൃത സർവകലാശാലയുടെ മലയാള വിഭാഗത്തിൽ 2011 ഓഗസ്റ്റിൽ അദ്ദേഹം 6 ദിവസത്തെ ഒരു പ്രഭാഷണ പരമ്പര നടത്തിയിട്ടുണ്ടായി. അത് ഭാരതീയ സൗന്ദര്യശാസ്ത്ര ഒരു പുനഃസന്ദർശനം എന്ന ശീർഷകത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അവസാനത്തെ പ്രഭാഷണ പരമ്പരയായിരുന്നു. അതേ തുടർന്ന് ഏതാനും മാസങ്ങൾ കൂടി അദ്ദേഹം ജീവിച്ചിരുന്നു. ഈ സർവകലാശാലയുടെ അക്കാദമിക ചരിത്രത്തിലെ നിർണായകമായ അതിമാത്രം പ്രാധാന്യമുള്ള ഒരു പ്രവർത്തനമായിരുന്നു അഴീക്കോടിൻ്റെ പ്രഭാഷണ പരമ്പര. അദ്ദേഹത്തിൻ്റെ അടിസ്ഥാന വൈജ്ഞാനിക മേഖലയായ ഭാരതീയ സൗന്ദര്യശാസ്ത്രത്തെക്കുറിച്ചുള്ള അത്യന്തം സൂക്ഷ്മമായ ഉൾക്കാഴ്ചകൾ നിറഞ്ഞ പ്രഭാഷണങ്ങളായിരുന്നു ആ പരമ്പരയിൽ അദ്ദേഹം നിർവഹിച്ചത്. സംസ്കൃത സർവകലാശാല മലയാള വിഭാഗത്തിൻ്റെ അഭിമാനകരമായ പരിപാടികളിലൊന്നായിരുന്നു അത്. അതിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനമുണ്ട്, എൻ്റെ സഹപ്രവർത്തകർക്ക് സന്തോഷമുണ്ട്. ആ പ്രഭാഷണങ്ങൾ മലയാളം അറിയുന്ന പൊതുസമൂഹത്തിന് വേണ്ടി ഞങ്ങൾ അഭിമാനപൂർവ്വം, സന്തോഷപൂർവ്വം, ആദരപൂർവ്വം സമർപ്പിക്കും. സർവകലാശാലയിൽ മലയാള വിഭാഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഭാരതീയ സാഹിത്യ മീമാംസയെപ്പറ്റി എനിക്ക് തോന്നുന്ന മട്ടിൽ 4-5 ദിവസം കുട്ടികളോട് സംസാരിക്കാം എന്നുള്ള ഒരു കരാറനുസരിച്ചാണ് ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. ഈ വളരെ പ്രധാനപ്പെട്ടതായി എനിക്ക് തോന്നുന്ന ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്ന ഇതിലേക്ക് എന്നെ അനേകം തവണ വിളിച്ച് നിർബന്ധിച്ച് ഇത് സ്വീകരിക്കാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാക്കിയ ഡോക്ടർ രവികുമാറിനും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രോ വൈസ് ചാൻസലർ പ്രൊഫസർ രാജശേഖരനും ശ്രീ സുനിലിനും സദസ്സിലുള്ള എൻ്റെ ഇവിടുത്തെ സുഹൃത്തുക്കളായ എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും എൻ്റെ സ്നേഹപൂർവ്വമായ വന്ദനം. ഇന്നിവിടെ 10:30 മണിക്ക് തന്നെ എത്താൻ വേണ്ടി ഞാൻ നിഷ്കർഷയോടുകൂടെ പുറപ്പെട്ടതായിരുന്നു. അതൊക്കെ ഒരു മാതിരി ഒപ്പിച്ച് കാലടി എത്തിയപ്പോഴാണ്, കാലടിയിലാണ് ഞാൻ വിചാരിച്ചത് ട്രാഫിക്കിൻ്റെ തിരക്ക് ഏറ്റവും കുറവായിരിക്കും. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് 15 മിനിറ്റിലധികം ഈ കാലടിയിലെ റോഡിൽ എനിക്ക് കഴിയേണ്ടി വന്നത്. അങ്ങനെയാണ് വൈകിപ്പോയത്. അല്ലെങ്കിൽ 11 മണിക്ക് തന്നെ തുടങ്ങാവുന്നതായിരുന്നു. പരിപാടി കുട്ടികളെങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത് എന്നെനിക്ക് അറിഞ്ഞുകൂടെ. എനിക്ക് തന്ന ഒരു സൂചന, ഒരു സാധാരണ പ്രഭാഷണമല്ല. UGC ഉദ്ദേശിക്കുന്നത് ഒരു കുട്ടികളുമായി ഉള്ള ഗാഢമായ ഒരു സമ്പർക്കമാണ്. പ്രഭാഷണം എന്നുള്ളത് എപ്പോഴും ഒരു ഏകമാർഗീണമോ ഏകപക്ഷീയമോ ആയ ഒരു ചിന്താ ചലനമാണ് പ്രഭാഷണം. പക്ഷേ പ്രഭാഷണം അങ്ങനെയാണ് എന്ന് നമ്മുടെ സാധാരണ വിശ്വാസത്തെ അംഗീകരിക്കാത്ത ഒരു പ്രഭാഷകനാണ് ഞാൻ. എനിക്ക് പ്രഭാഷണത്തെ പറ്റിയുള്ള വളരെ വിവിധവും സുദീർഘവുമായ അനുഭവത്തിൽ നമ്മളിതിൽ പങ്കെടുക്കുക, ഇടപെടുക, സഹകരിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ ക്രിയ കൊണ്ടും വാക്കുകൾ കൊണ്ടും തന്നെ സഹകരിക്കണമെന്നുണ്ട്. അത്തരം സഹകരണത്തെയാണ് സാധാരണയായിട്ട് ഈ ഓഡിയൻസ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രഭാഷകൻ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ ശ്രോതാവ് പ്രവർത്തിക്കണമെന്നുണ്ട്. പാർട്ടിസിപ്പേഷൻ അപ്പോഴേ പൂർത്തിയാകും. അങ്ങനെയാണെങ്കിൽ ഒരു 100 പേരുള്ള ഒരു സദസ്സിൽ 100 സദസ്യരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ അത് ഒരു വളരെ വേദനാജനകമായ ഒരു അനുഭവമായിട്ട് അവസാനിക്കും. ഇപ്പോഴും ഞാൻ സംസാരിക്കുമ്പോഴും
എൻ്റെ മനസ്സ് എത്ര ചടുലമാണോ അതുപോലെ തന്നെ ശ്രോതാക്കളുടെ മനസ്സും ചടുലമാണ്. അവരെ ഞാൻ പറയുന്നതിനെ ഒരു വശത്ത് സ്വീകരിക്കുകയും വേറൊരു വശത്ത് മാറ്റി നിർത്തുകയും വേറൊരു വശത്ത് എതിർപ്പ് അവിടെ മനസ്സിൽ കരുതി വയ്ക്കുകയും എല്ലാം ചെയ്യും. അത്തരത്തിലുള്ള ഒരു സദസ്സിനെ സൃഷ്ടിക്കലാണ് പ്രഭാഷകന്റെ യഥാർത്ഥമായ ആ സമ്പ്രദായമൊക്കെ പോയി ഇപ്പോഴും വെറും ബഹളം കൂട്ടലായി മാറിയിരിക്കുകയാണ്. പ്രഭാഷണമല്ല, നേരെ മറിച്ച് പ്രഘോഷണമാണ്, വെറുതെ ബഹളം കൂട്ടലാണ്. ഞാനൊരു പ്രഭാഷകൻ റോഡിലൂടെ പോകുമ്പോൾ ഇതുപോലെ ട്രാഫിക് കാരണം നിന്നുപോയി. അപ്പോഴൊരു പ്രഭാഷകൻ 1951 നടന്നത് എന്താണെന്ന് അറിയുമെന്ന് അയാളുടെ ഒരു ചോദ്യം. അപ്പോൾ ആളുകൾ വിചാരിക്കുകയാണ് അതിന് സമാധാനം പറയുന്നു. ഒന്നും പറയാതെ അയാളുടെ രണ്ടാമത്തെ ചോദ്യം 1957 നടന്നത് അറിയുമെന്ന്. അപ്പോഴാണ് സദസ്യർക്ക് മനസ്സിലായത് ഇദ്ദേഹത്തിന് 1956 57 എന്നല്ലാതെ വേറൊന്നും അറിഞ്ഞുകൂട് എന്ന്. ആ രീതിയിലുള്ള ബഹളമാണ്. ചിന്തിപ്പിക്കുവാനായിട്ട് ഈ ഭാഷയിൽ, മലയാള ഭാഷയിൽ വാക്കുകൾ എത്രയുണ്ട്. ശ്രീകണ്ഠേശ്വരത്തിൻ്റെ ഡിക്ഷണറി എടുത്തിട്ട് അതിലുള്ള വാക്കുകളുടെ എണ്ണം എടുത്ത് 2-3 കൊണ്ട് ഹരിച്ചാൽ മലയാളം വാക്കുകളുടെ എണ്ണം കിട്ടും. കാരണം സംസ്കൃതത്തിൽ പോലും ഇല്ലാത്ത, പ്രയോഗത്തിലില്ലാത്ത വാക്കുകൾ ശ്രീകണ്ഠേശ്വരൻ മലയാളം നിഘണ്ടുവിൽപ്പെടുത്തിയിട്ടുണ്ട്. അതിന് വേണ്ടി ഒരു മാർഗം കൊടുക്കുകയാണ്. എന്നാൽ പോലും എത്ര 10,000-കണക്കിന് വാക്കുകളില്ല. മലയാള ഭാഷയുടെ മഹിമയെ നിലനിർത്തുക എന്ന് വെച്ചാൽ അതിൽ നിന്ന് നമ്മുടെ തൊഴിലിന് വേണ്ട ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള അതിപരിമിതമായ 10-50 വാക്കുകൾ മാത്രം കയ്യിലിട്ട് നടക്കുന്ന നമ്മൾ മാതൃഭാഷയുടെ പരമസമ്പന്നതയുടെ നടുവിൽ പരമ കുചേലന്മാരായി നടക്കുന്ന, മാതൃഭാഷയെ അപമാനിക്കുന്ന ഒരു ആത്മീയ ദാരിദ്ര്യം പ്രകടിപ്പിക്കുന്നവരാണ്. അതുകൊണ്ട് ശബ്ദകോശം വളർത്തുക എന്നുള്ളത് ഒരു പദപാണ്ഡിത്യമല്ല, നേരെ മറിച്ച് ആശയത്തിൻ്റെ വികാസത്തിനും പ്രയോഗത്തിൻ്റെ സൂക്ഷ്മതയ്ക്കുമാണ് ഈ പദകോശം, വൊക്കാബുലാരി വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പം അതൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഓഡിയൻസിൻ്റെ ഈ പങ്കെടുക്കൽ, ഇതിൽ സഹകരിക്കൽ, അത് ആന്തരമായ ഒരു വലിയ ചലനമായിരിക്കും. അതുകൊണ്ട് അതുകൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ ഈ ഇന്നത്തെ ഈ സംഭാഷണം കഴിഞ്ഞാൽ കുട്ടികളോട് ചിലതൊക്കെ വേണമെങ്കിൽ സമയമുണ്ടെങ്കിൽ അല്പം നമുക്ക് സംസാരിക്കാം എന്നുകൂടെ ഉദ്ദേശിച്ചിട്ടുണ്ട്. UGC അതെല്ലാം മനസ്സിൽ കണക്കാക്കിയിട്ടുമുണ്ട്. പിന്നെ UGC കരുതിയതുപോലെ 10 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെ കുട്ടികളുടെ കൂടെ പെരുമാറുകയാണെങ്കിൽ അധ്യാപകനും കുട്ടികൾക്കും അത് ഇനി ഇതുപോലെ ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളൊരു തോന്നലായിട്ട് മാറിയിരിക്കും. അതുകൊണ്ട് അത്ര UGC ഇതൊക്കെ ആഫീസിലിരുന്ന് തയ്യാറാക്കുകയാണ്, നടപ്പിലാക്കേണ്ടത് നമ്മളാണ്. അപ്പം അവർ ആഫീസിലിരുന്നൊക്കെ തയ്യാറാക്കുന്നത് നമ്മൾ നമ്മുടെ അനുഭവത്തിലുള്ള പാഠം വെച്ചുകൊണ്ട് പരിഷ്കരിക്കുക. അപ്പോഴേ അത് ശരിയാവുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മറ്റൊന്ന്, ഞാൻ ഒരു അധ്യാപകനാണ്. അത് എനിക്ക് അധ്യാപനത്തിൽ ഉള്ള ബിരുദവുമൊക്കെയുള്ള ആളാണ്. ഒരു ട്രെയിനിങ് കോളേജിൽ 10 കൊല്ലം പ്രിൻസിപ്പലായിരുന്നു. അതൊക്കെ നോക്കുമ്പോൾ ഞാൻ അധ്യാപകനായിട്ടുള്ള പരിചയം എനിക്കുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ, എല്ലാ കുട്ടികളോടും ഞങ്ങൾ പറയാറുള്ളത്, പലതും കുട്ടികൾ ഒരു വിഭാഗത്തെ അറിയിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഫലിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനു മുമ്പ് എത്ര അറിവുണ്ട് എന്നുള്ള ഒരു കണക്ക് വേണം. അപ്പോൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ആദ്യമായി അധ്യാപകൻ ശ്രദ്ധിക്കേണ്ടത് പ്രീവിയസ് നോളജ്. അങ്ങനെയാണ് ഈ ട്രെയിനിങ് കോളേജിൽ കുട്ടികളെ പഠിപ്പിക്കുക. അധ്യാപകൻ പ്രീവിയസ് നോളജ് മനസ്സിലാക്കും. അതൊരു സാധാരണ ഒരു ക്ലാസ് മുറിയിൽ അത് എളുപ്പമാണ്. കാരണം
BA കഴിഞ്ഞിട്ട് MAക്ക് വരുന്നു. അപ്പോൾ പ്രീവിയസ് നോളജ് നമുക്ക് ഏകദേശം അറിയാം BAക്കാരൻ്റെ പ്രീവിയസ് നോളജാണ്. അപ്പോൾ പക്ഷേ ഞാനിവിടെ കരുതിയത് ഇതിവിടെ മലയാളത്തിലും സംസ്കൃതത്തിലുമുള്ള വിദ്യാർത്ഥികളായിരിക്കും. അപ്പം ഭാരതീയ സാഹിത്യ മീമാംസയെപ്പറ്റി സാമാന്യമായ ബോധവും ഉണ്ടായിരിക്കുന്നുള്ളൊരു ധാരണ. അത് നിങ്ങളുടെ പ്രൊഫസർ അത് തിരുത്തി. മലയാളം വിദ്യാർത്ഥികളായിരിക്കും കൂടുതൽ. പിന്നെ അതിൽ തന്നെ പകുതി പേര് ഇപ്പോൾ BA പ്രീവിയസ് നോളജോടുകൂടെ വരുന്നവർ. പിന്നെ പ്രിലിമിനറി കഴിഞ്ഞിട്ടുള്ള ഫൈനൽ സ്റ്റുഡൻസ് മാത്രമായിരിക്കും അത് കുറച്ച് പറഞ്ഞൊക്കെ കേട്ട്. എങ്കിലും ഇന്ത്യക്കാരായ നമ്മൾ ഇപ്പോൾ വേദാന്തം പഠിക്കണമെന്നില്ല, മായ അദ്വൈതം എന്നൊക്കെ അറിയാം. നമ്മുടെ ഈ അന്തരീക്ഷത്തിൻ്റെ ഭാഗമാണ് അത്. അത്തരത്തിൽ ഭാരതീയ ചിന്ത നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ ഭാഗമായി നമ്മുടെ നിരന്തരമായ ശ്വാസോച്ഛ്വാസത്തിൽ നമ്മുടെ ആന്തരാവയവങ്ങളിലേക്ക് പ്രവഹിക്കുന്ന ഒരു സാധാരണ അനുഭവം ആയതുപോലെ സാഹിത്യമീമാംസ ആയിട്ടില്ല. അത്രയ്ക്ക് അത് എങ്കിലും സാഹിത്യമീമാംസയെപ്പറ്റി പൊതുവിൽ ചില ധാരണകളുണ്ട്. സാധാരണ ആളുകൾക്ക് പോലും അതിൻ്റെ വ്യംഗ്യം അതാണ് എന്ന് പറയുമ്പോൾ ഏറെക്കുറെ മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞതിൻ്റെ ധ്വനി മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ ഈ വ്യംഗ്യവും ധ്വനിയും ഭാരതീയ സാഹിത്യമീമാംസയുടെ എവറസ്റ്റാണ്. ഏറ്റവും വലിയ അദ്വൈതം എങ്ങനെ ചിന്തയുടെ എവറസ്റ്റാണോ ഇന്ത്യയിൽ, അതുപോലെ ഇന്ത്യയുടെ സാഹിത്യമീമാംസയുടെ ഗൗരീശിഖരമാണ് ഈ ധ്വനി വ്യംഗ്യം എന്നൊക്കെ പറയുന്നത്. പിന്നെയും നമ്മൾ ഒരുപാട് വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പരിചയ അലങ്കാരം എന്നുള്ള വാക്കാണ്. അത് ജീവിതത്തിലും നമുക്ക് അലങ്കാരം വളരെ കൂടുതൽ താല്പര്യമുള്ളതാണ്. അലങ്കാരം അപ്പോൾ അലങ്കാരം എന്ന് പറയുമ്പോഴേക്ക് തന്നെ ഈ അലങ്കാര ചിന്ത കൊണ്ടുവന്ന ഭാരതീയ സാഹിത്യ ചിന്തകന്മാർ നമ്മുടെ മനസ്സിലേക്ക് ഒരു ധാരണ ആദ്യം അവതരിപ്പിക്കുകയാണ്. ഇവരുടെ നിർവചനമൊക്കെ എന്തായാലും. അപ്പോൾ അലങ്കാര ചിന്തയിലൂടെ നമ്മുടെ സാഹിത്യമീമാംസയെ പരിശോധിച്ചാൽ ഈ 6 ദിവസത്തെ പ്രസംഗം ഒഴിവാക്കിക്കൊണ്ട് 2 വാചകം കൊണ്ട് എനിക്കിത് മുഴുവനും ഇവിടെ സംക്ഷേപിച്ച് പറയാൻ സാധിച്ചുകൂടായില്ല എന്ന് തോന്നുന്നു. ആരംഭത്തിൽ വന്ന ഒരുപാട് സാഹിത്യ ചിന്തകന്മാരുണ്ട്. അതിലൊരു വലിയ ഭാഗം കാശ്മീരുകാരാണ്. അതിൻ്റെ ഭൂമിശാസ്ത്രപരമോ സാമൂഹിക ശാസ്ത്രപരമോ ആയ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല. കാശ്മീരിനെ ഒഴിവാക്കിയാൽ ഇന്ത്യൻ സാഹിത്യമീമാംസ പരമദരിദ്രവും പഠിക്കാൻ കൊള്ളാത്തതുമായ ഒരു വസ്തുവാണ്. ആദ്യത്തെ ആലങ്കാരികന്മാർ അവർ ഭാമഹൻ, രവ്യകൻ, ഉദ്ഭടൻ, ലോലടൻ, പട്ടനായകൻ, ഒരു ചുവട്ടി പേരുണ്ട് കേട്ടോ. ഈ പേരൊക്കെ പ്രചാരത്തിൽ വരണമെന്നുണ്ടെങ്കിൽ ഭാഷാധ്യാപകരെങ്കിലും അവരുടെ സന്താനങ്ങൾക്ക് ഈ പേരൊക്കെ കൊടുക്കുന്നത് നന്നായി. ലോലടൻ നല്ല പേരാണ്. ഇപ്പോഴും ചില പേരൊക്കെ ഉണ്ട്. മനുഷ്യക്കുട്ടികൾ എങ്ങനെ ഈ പേരും കൊണ്ട് നടക്കുന്നു. ഓരോ പെൺകുട്ടികളുടെയൊക്കെ പേര് കേട്ടാൽ ഇത് ഈ കുട്ടിക്ക് കൊടുത്ത അച്ഛനും അമ്മയ്ക്ക് എന്തോ ഒരു വിരോധം ഈ കുട്ടികളോടുള്ളതുകൊണ്ടാണ് ഇത്ര മലിനമായ ഒരു പേര് കൊടുത്തത് എന്ന് തോന്നിക്കുന്നു. നേരെ മറിച്ച് ലോലട എന്ന് പറഞ്ഞാൽ അർത്ഥം അറിയില്ലെങ്കിലും ഇവന് മോശക്കാരനാവില്ല എന്ന് നമുക്കൊരു തോന്നലുണ്ട്. അതുപോലെയാണ് ജഗന്നാഥൻ എന്നൊക്കെ ഉള്ളത് തന്നെയും വളരെ കുറവ് മാത്രമേ. പക്ഷെ ഏറ്റവും നല്ല പേര് നമ്മുടെ ഇതിൽ എവറസ്റ്റ് എന്ന് പറഞ്ഞില്ലേ, ആനന്ദവർദ്ധൻ. അത് വാസ്തവത്തിൽ രാമായണത്തിൽ അത് പേരല്ല, അത് വിശേഷണമാണ്. അതാണ് അതിൻ്റെ. അത് ആനന്ദവർദ്ധനൻ ഏറ്റവും വലിയ സാഹിത്യ ചിന്തകനായി പരമ്പരയാ വരുന്ന ഇന്ത്യൻ സാഹിത്യ വിദ്യാർത്ഥികൾക്ക്
പരമാനന്ദം കൊടുക്കുന്ന ആളായിരിക്കും എന്ന് മനസ്സിലാക്കിയ അച്ഛനമ്മമാർ കൊടുത്ത വളരെ പണ്ഡിതന്മാരായിരിക്കണം. അല്ലെങ്കിൽ രാമായണത്തിൽ ഉപയോഗിച്ച വാക്ക് ശ്രീരാമനെ പറ്റി പറയുമ്പോൾ എപ്പോഴും വാൽമീകി കൂടെ പറയുന്ന വാക്ക് കൗസല്യാനന്ദവർദ്ധൻ എന്നാണ്. നമ്മൾ രാമായണം നോക്കിയാൽ അറിയും. ഒരു മകൻ്റെ ഏറ്റവും വലിയ ഒരു കടമയും സന്തോഷവും അമ്മയ്ക്ക് സുഖം വരുത്തുക എന്നുള്ളതാണ്. അത് ചെറുപ്പത്തിലൊന്നും മനസ്സിലാവില്ല. ഇപ്പോഴേ എൻ്റെ 85ാമത്തെ വയസ്സിൽ ഞാൻ ആത്മകഥ എഴുതുമ്പോൾ ആ ഭാഗം എത്തുമ്പോൾ കണ്ണ് നനഞ്ഞു പോകും. അന്നൊക്കെ വലിയ അറിവൊന്നുമില്ല, അച്ഛൻ അറിവുള്ള ആളാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ ദൈവം ഒറ്റയൊരു സിംഹാസനമേ തന്നിട്ടുള്ളെങ്കിൽ അമ്മയോട് ഇരിക്കാൻ പറഞ്ഞ് അച്ഛനോട് മാറിയിരിക്കാൻ പറയും. യാതൊരു സംശയമില്ല. അച്ഛനെ സിംഹാസനം കൊടുക്കുമെന്ന് അച്ഛൻ കരുതുന്നില്ല. ആ രീതിയിലാണ്. അതാണ് കൗസല്യാനന്ദവർദ്ധൻ. നേരെ മറിച്ച് ദശരഥാനന്ദവർദ്ധൻ എന്ന് പറഞ്ഞിട്ട് ഒരിടത്തും പറഞ്ഞിട്ടില്ല. അതും കൂടെ നിങ്ങൾ ഓർമ്മിക്കുകയാണ്. ഇതിങ്ങനെ അച്ഛനും അമ്മയ്ക്കൊക്കെ ആനന്ദം വർദ്ധിപ്പിക്കുന്നുള്ള ഒരു വെറുതെ ഉള്ള ഒരു വിശേഷണമല്ല, അത് അർത്ഥപൂർണമായ വിശേഷണം. അത് ഇന്ത്യ വളരെ കാലം അത് അതിപാവനമായ ഒരു നാമധേയത്തിൻ്റെ പുറകിലുള്ള ചിന്തയായിട്ട് കൊണ്ടു നടക്കുകയുണ്ടായി. അതൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ട, അതൊക്കെ ഹിസ്റ്ററി ക്ലാസ്സിൽ മനസ്സിലാക്കേണ്ടതാണ്. എനിക്ക് നമ്മളൊരു അറിവ് സമ്പാദിക്കുന്നു എന്നുള്ളതിൻ്റെ വിശേഷം എന്താണെന്ന് വെച്ചാൽ, ഈ അറിവ് നമുക്ക് പലതുമുണ്ട്. അവ തമ്മിലുള്ള ഒരു പരാഗസംക്രമണമുണ്ട്. അത് നടക്കണം. അപ്പോഴേ പ്രയോഗമുള്ളൂ. പോളിനേഷൻ. നമ്മൾ മലയാളം പഠിക്കുന്നു, സംസ്കൃതം പഠിക്കുന്നു. മലയാളം പഠിക്കുന്നതിൽ സംസ്കൃതത്തിൻ്റെ പഠിപ്പ് കൂട്ടിച്ചേർക്കാൻ നമുക്ക് സാധിക്കണം. അത് ക്ലാസ് മുറിയിൽ വെച്ച് അധ്യാപകർക്ക് സാധിക്കില്ല. അങ്ങനെ ഈ പരസ്പര ബന്ധം ഉണ്ടാകുന്നത് ബുദ്ധിയുടെ ഉയർന്ന മേഖലയായ പ്രതിഭയുടെ ഫലമാണ്. അങ്ങനെ കൂട്ടിച്ചേർക്കാൻ സാധിക്കും. ചരിത്രത്തിൽ ഞാൻ കണ്ട ആദ്യത്തെ വർദ്ധനൻ അത് വേറൊരു തമാശയാണ്. ഇംഗ്ലീഷുകാർ നമ്മുടെ ഇതെൻ്റെ പ്രസംഗം തുടങ്ങിയെന്നാണ് നമ്മൾ കരുതിയത്. തുടങ്ങിയിട്ടില്ല. എൻ്റെ അഭിപ്രായത്തിൽ പ്രസംഗം തുടങ്ങി പകുതിയായി. ഇനി പകുതിയെ പറയുള്ളൂ. അപ്പോൾ പ്രസംഗം തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഭാരതീയ സാഹിത്യ മീമാംസയിലേക്ക് കടക്കാനുള്ള പശ്ചാത്തലം, വളരെ വിപുലമായൊരു പശ്ചാത്തലം ഉണ്ടാക്കാൻ സാധിച്ചിരിക്കുകയാണ്. ഇംഗ്ലീഷുകാർ നമ്മൾക്ക് വിൻസെൻ്റ് സ്മിത്താണ് ഇന്ത്യൻ ഹിസ്റ്ററി ആദ്യം എഴുതിയ സ്കോളർ. അപ്പം അങ്ങവരുടെ ചരിത്ര പുസ്തകത്തിൽ അശോകാല ഗ്രേറ്റ് എന്ന് പറഞ്ഞു. നമുക്ക് സന്തോഷമായി. സാഹിബ് ഒരു ഇന്ത്യൻ ചക്രവർത്തി ഗ്രേറ്റ് എന്ന് പറഞ്ഞിട്ട് വലിയതായി. അപ്പം അവരുടെ വലിയ ലൂയി 14-ാമൻ, മറ്റേ ഹെൻറി 8-ാമൻ, അവരെയൊക്കെ ഹെൻറി ദ ഗ്രേറ്റ് എന്നൊന്നും പറയാറുണ്ട്. അശോക ദ ഗ്രേറ്റ്. പക്ഷെ ഇന്ത്യക്കാർ അശോകൻ എന്ന പേര് കൊടുക്കില്ല സാധാരണ നിലയ്ക്ക്. അശോകൻ എന്ന് പറഞ്ഞാൽ ശോകമില്ലാത്തവൻ എന്നാണ് അർത്ഥം. അപ്പോൾ അത് അശോകൻ്റെ ഒരു വ്യക്തിപരമായ കാര്യമാണ്. അയാൾക്ക് ശോകമില്ല. എന്തോ മനുഷ്യനായ ശോകമില്ലെങ്കിൽ അശോകവർദ്ധനൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ശരിയായ പേര്. ഈ വർദ്ധനനെ ഇംഗ്ലീഷുകാർ ഉപേക്ഷിക്കും. കാരണം അശോകൻ അവർക്ക് വേഗം വഴങ്ങും. ASOKAN അശോകൻ. വർദ്ധനൻ എഴുതിയാൽ അത് വർദ്ധാനൻ ഇങ്ങനെ പലതരത്തിൽ വരും. ഉപേക്ഷിച്ചു. അപ്പം വിൻസെൻ്റ് സ്മിത്ത് ഇന്ത്യ ചരിത്രം എഴുതിയപ്പോൾ ഇന്ത്യയുടെ ഒരു സംസ്കാര ചൈതന്യം ഉൾക്കൊള്ളാതെ ആണ് ഈ ചരിത്രം എഴുതിയത്. അശോകവർദ്ധനൻ എന്നാണ് പേരെങ്കിൽ മഹാനായ അശോകവർദ്ധനൻ എന്ന് പറയേണ്ട ഇന്ത്യക്കാരുണ്ട്. കാരണം അശോകം എന്ന് പറഞ്ഞാൽ സുഖം എന്നർത്ഥം പറയാം നിഷേധത്തിൽ, അല്ലെങ്കിൽ ആനന്ദം വർദ്ധിപ്പിക്കുന്നതാണ് അതിൻ്റെ അർത്ഥം. ആനന്ദം വർദ്ധിപ്പിക്കുന്ന എന്നുള്ളത് കൗസല്യാനന്ദവർദ്ധനൻ എന്ന ആശയത്തിൻ്റെ തുടർച്ചയാണ്. അപ്പോൾ അശോകൻ എന്ന മഹാനായ ചക്രവർത്തി ഇവിടെ ബുദ്ധമതക്കാരനൊക്കെ ആയെങ്കിലും
സംസ്കാരം രാമായണത്തിൻ്റെതാണ്, അമ്മയോടുള്ള. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും നന്മയാണെങ്കിൽ അത് വർദ്ധിപ്പിക്കുന്നവനാകും. അത് നിങ്ങളിൽ തന്നെ ഒതുക്കിയാൽ പോരാ, അത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് അശോകവർദ്ധനൻ. പിന്നെയും നമ്മൾ ആ പാരമ്പര്യം തുടങ്ങി. അത് ഹർഷൻ, അവിടെ അദ്ദേഹത്തിൻ്റെ പേര് സുഖം, ആനന്ദം എന്നർത്ഥമാണ് ഹർഷൻ. ഹർഷനും അതുപോലെ ഹർഷവർദ്ധനൻ എന്നാണ് പേര്. ഹർഷനും കൂടെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ആദ്യ ചക്രവർത്തിമാർ അവനവൻ്റെ വർധനവ് മതി, മറ്റുള്ളവരുടെ വർധനവ് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളൊരു ചിന്തയിൽ എത്തിച്ചേർന്നു തോന്നുന്നു. അപ്പം അതാണ് സംസ്കൃത സാഹിത്യത്തിലെ സാഹിത്യ ചിന്തയുടെ ഏറ്റവും ഉയർന്ന കൊടുമുടിയിൽ നിൽക്കുന്ന ആനന്ദവർദ്ധനൻ. ഈ വലിയൊരു പാരമ്പര്യത്തിൽ എന്തുകൊണ്ട് അദ്ദേഹം ആനന്ദവർദ്ധനൻ എന്ന പേര് അർഹിക്കുന്ന ഒരു വ്യക്തിയും ഈ പേര് കൊടുത്തത് യുക്തമായി എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ആചാര്യനുമായി മാറിയത് എന്നാലോചിച്ചാൽ, അദ്ദേഹം അതിനു മുമ്പ് ഭാരതീയ ചിന്ത ഈ ഒരു ഏറ്റവും ഉയർന്ന ഒരു സ്ഥിതിയിൽ എത്തിയിട്ടില്ല. അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ തപ്പി നടക്കുകയായിരുന്നു. ഭാരതീയ ചിന്ത അങ്ങനെയായിരുന്നില്ല. ഭാരതീയ ചിന്ത തുടക്കത്തിൽ തന്നെ, ഇവിടെ തത്വമസിയെപ്പറ്റി പറഞ്ഞല്ലോ, അതിൽ ഞാൻ ഒരുപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഋഷികളുടെ ഒരു സാധാരണയായിട്ട് ഏത് ചിന്തയ്ക്കും ഒരു എവല്യൂഷണറി ഒരു പരിപക്വത വരും, എവല്യൂഷണറി മെച്യൂരിറ്റി. പതുക്കെ പരിണമിച്ച് വലുതാകും. അതിൻ്റെ ഒരു രീതിയാണ്. പക്ഷേ ഭാരതീയ ചിന്ത ആരംഭിക്കുന്നത് തന്നെ പിന്നെ എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് 7-8 നൂറ്റാണ്ടിൽ ശങ്കരൻ വരുന്ന സമയത്ത് ഉറപ്പിച്ചു പറഞ്ഞ അദ്വൈതമുണ്ടല്ലോ. ആ അദ്വൈതം ശങ്കരൻ ഉപയോഗിച്ച ഈ എന്താണ് ഭാഷാ കാഠിന്യവും ചിന്താഗഹനതയും ഒന്നുമില്ലാതെ സാധാരണ നിലക്ക് അവർ പ്രയോഗിക്കുകയുണ്ടായി. അവരേകം എന്നേ പറഞ്ഞു, അദ്വൈതം എന്ന് പറഞ്ഞു. അദ്വൈതം എന്ന് പറയുന്നത് തന്നെ ഒരു തർക്കമുണ്ട്. അതായത് നിഷേധിക്കാനായിട്ടുള്ള ഒരു ആശയത്തെ കൊണ്ടുവന്ന് അതിനെ നിഷേധിക്കുക. അദ്വൈതം എന്നുള്ളത് നിഷേധത്തിൻ്റെ നിഷേധമാണ്, നെഗേഷൻ ഓഫ് ദി നെഗേഷൻ. അദ്വൈതം എന്നുള്ളത് എന്തിൻ്റെ നെഗേഷനാണ്? ഏകം എന്നൊരാശയമാണ് മൗലികമായ ആശയം. അതിൻ്റെ നിഷേധമാണ് ദ്വൈതം. ദ്വൈതം എന്ന് പറഞ്ഞാൽ സംസ്കൃതം, ഇതിന് നമ്മൾ അർത്ഥം പറയും. സംസ്കൃതത്തിലെല്ലാം സമാസം മുഴുവൻ നമ്മളിങ്ങനെ ചുരുക്കി അർത്ഥം പറയും. അപ്പം ദ്വയോർഭാവ ദ്വിതായേവ ദ്വൈതം, അങ്ങനെ അതിന് അർത്ഥം പറയും. അതൊക്കെ സംസ്കൃതത്തിലെ ഗുരുമാരാണ്. സംസ്കൃതം സൂക്ഷിച്ച് പഠിച്ചില്ലെങ്കിൽ ഭ്രാന്തനായി പോകുന്നതാണ് അതിൻ്റെ അടുത്ത് വരെ എത്തിയ എൻ്റെ അനുഭവം അതാണ്. സൂക്ഷിച്ച് പഠിച്ചില്ലെങ്കിൽ അല്പം കിർക്ക് വന്നു പോയി. 2 എന്ന ഭാവമാണ് ദ്വിത. ദ്വിത തന്നെയാണ് ദ്വൈതം. അങ്ങനെയാണ് ആ വാക്ക് വരുന്നത്. എന്നാൽ ദ്വിത എന്ന് പറഞ്ഞാൽ പോയോ അറിയില്ല, ദ്വൈതം എന്ന് പറയും. അവിടെയാണ് ഈ ഭ്രാന്ത് വരുന്നത്. അതേപ്പറ്റി ആലോചിച്ചാൽ. പക്ഷെ കേൾക്കാൻ സുഖം ദ്വൈതമാണ്, ദ്വൈതം, അദ്വൈതം. പക്ഷെ ഭാരതീയ ഋഷികൾ ചിന്തയുടെ ആരംഭത്തിൽ നെഗേഷനിലേക്ക് പോയില്ല. അതുകൊണ്ട് നെഗേഷൻ്റെ നെഗേഷൻ വേണ്ടി വന്നില്ല. അവർ ഏകം എന്ന് പറഞ്ഞു. അത് ശ്രീനാരായണ ഗുരുദേവൻ അത് ഇപ്പം ഞാൻ ഇതാണ് ഒരു പ്രസംഗത്തിൽ നമുക്ക് കുട്ടികളോടാകുമ്പോൾ ഈ അസോസിയേഷൻ ഓഫ് ഐഡിയാസ് ഏകം എന്ന് പറയുമ്പോൾ മലയാളത്തിൽ ഒരു എന്ന് വേദാന്തത്തിൽ പറഞ്ഞത് ശ്രീനാരായണനാണ്. ശ്രീനാരായണ ഋഷികളുടെ അതേ പാരമ്പര്യമാണ്. ഒരു എന്ന് ആവർത്തിച്ച് പറഞ്ഞ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, അദ്ദേഹം നിഷേധത്തിൻ്റെ നിഷേധത്തിലേക്കോ പോയില്ല. ജീവിതം ഇതാണ് ഒരു മനുഷ്യൻ. അതുകൊണ്ടാണ് തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ നമ്പൂതിരിയെ വെച്ച് അദ്ദേഹത്തിൻ്റെ ആകൃതിയും സംഭാഷണവും എല്ലാം കണ്ടപ്പോൾ ആദ്യം പലതും ചോദിച്ചു. പിന്നെയാണ് അദ്ദേഹത്തിന് ജാതി ചോദിച്ചത്.
അത് നമ്പൂതിരിയുടെ കഷ്ടകാലമായി. നമ്പൂതിരിക്ക് പിന്നെയും കുറേ സ്റ്റേഷൻ കഴിഞ്ഞാൽ പോകേണ്ടത്. പക്ഷേ ഗുരുദേവൻ്റെ മറുപടി കേട്ടതോടെ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി പോകേണ്ടി വന്നു. അങ്ങനെ ഒരു ചെറിയ നഷ്ടം വന്നു ടിക്കറ്റ് വാങ്ങിയതിൽ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ചോദിച്ചു. ശ്രീനാരായണൻ തർക്കിച്ചില്ല. വേറെ ആളുകളാണെങ്കിൽ തർക്കിക്കുന്നല്ല, ചിലപ്പോൾ അടിപിടിയായെന്നും വരും. രണ്ടുപേരുടെ യാത്ര മുടങ്ങിയെന്നും വരും. പലതും സംഭവിക്കും. ഇപ്പോൾ ശ്രീനാരായണൻ പറഞ്ഞു, കണ്ടിട്ട് മനസ്സിലാകുന്നില്ലേ, എന്നാൽ കേട്ടാൽ മനസ്സിലാകുമെന്ന് ചോദിച്ചു. അപാരമായ ആ കാലഘട്ടത്തിൽ ലോകത്തിലെ ഫലിത ചക്രവർത്തികളായ ബർണാഷ ആകട്ടെ, ഓസ്കാർ വൈൽഡ് ആകട്ടെ, ഇതുപോലെ അർത്ഥഗർഭമായ ഒരു ഫലിതം പറഞ്ഞതിന് വളരെ തെളിവില്ല. കണ്ടിട്ട് മനസ്സിലാകാത്തത് പിന്നെ ഞാൻ പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാകുന്നതാണ് ചോദിച്ചത്. പ്രത്യക്ഷത്തെ അംഗീകരിക്കാത്ത നിങ്ങൾ പിന്നെ പരോക്ഷത്തെ എങ്ങനെ അംഗീകരിക്കുന്ന ചോദിക്കുന്നത്? ഒരു 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 എന്നിങ്ങനെ ആവർത്തി. അത് വേദരീതിയാണ്. ഏകം സത്. പിന്നെ ഈ ഗുലുമാല മുഴുവൻ ഉണ്ടാക്കുന്നത് പണ്ഡിതന്മാരാണ്. അത് ഋഷികൾക്ക് നന്നായിട്ടറിയാം. ആ പണ്ഡിതന്മാരെയാണ് വിപ്രന്മാർ എന്ന് പറഞ്ഞത്. ബ്രാഹ്മണന്മാർ നല്ല അർത്ഥം. പണ്ഡിതന്മാർ പലതരത്തിൽ പറയും. പക്ഷേ അനുഭവമുള്ളവർ, സാധാരണ മനുഷ്യരും അനുഭവം ശരിക്കുള്ള ഋഷികൾ ഏകം നിർത്തി. അതാണ് ഏകം സത് വിപ്ര ബഹുധ. അവരെ അദ്ദേഹത്തിന് അറിയും. പക്ഷെ അവരെ നിഷേധിച്ചില്ല. ആ വിപ്രന്മാർ ദ്വൈതം പറയുന്നതാണ് പറഞ്ഞത് ശങ്കരൻ്റെ ഭാഷയിൽ. അതുകൊണ്ട് ഞാൻ അദ്വൈതം എന്ന് പറയുന്നത് അവരെ എതിർക്കാനൊന്നും പോയില്ല. പ്രത്യക്ഷ സത്യം ഇതാണ്. അതാണ് പിന്നെ കുമാരനാശാൻ പ്രഭാത നക്ഷത്രം എന്നൊരു കവിതയുണ്ട്. അതിൽ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ശ്രീനാരായണൻ ഈ മൂന്നെണ്ണത്തിൽ മാത്രമല്ല അത് ഇനിയും പലതുമുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഉപലക്ഷണം എന്ന് പറയും സംസ്കൃതത്തിൽ. ഉപലക്ഷണമാണ്. അപ്പോൾ ഒരു രാജ്യം, പ്രഭാത നക്ഷത്രം ഓർമ്മയുണ്ടാകുന്നത്, ഒരു രാജ്യം നിങ്ങൾക്കൊരു ഭാഷ, നിങ്ങൾക്കൊരു ദേവൻ, നിങ്ങൾക്കൊരു സമുദായം, ഒരുമതേട്, ഒരു 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 ചന്ദ്രമാവൃത്തി. നമ്മുടെ രാജ്യത്ത് മനുഷ്യരുടെ ഇടയിൽ ഈ ആന്തരവും അഗാധവും പരമവുമായ ഐക്യബോധം നിലനിർത്തണമെങ്കിൽ ഒരു എന്ന് ആവർത്തിച്ച് പറയേണ്ടതാണ്. ഇന്നത്തെ രാഷ്ട്രീയത്തിനൊക്കെയുള്ള പെശക് അവർ ഈ ദ്വൈത ഭാഷ ഉപയോഗിച്ച് അദ്വൈതം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. അവിടെയാണ് ശങ്കരൻ അതില്ല. ശങ്കരൻ ഇപ്പോഴും അദ്വൈത ഭാഷ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആനന്ദവർദ്ധനൻ അതുപോലെ ആരംഭത്തിൽ അദ്ദേഹം ഈ സത്യത്തിലെത്തുന്നതിന് മുമ്പ് ഭാരതീയ സാഹിത്യ മീമാംസയിൽ ഒരു ആചാര്യൻ വന്നിരുന്നു. അതാണ് ഭരതൻ. രാമായണത്തിലെ ഭരതൻ ഒരു രണ്ടാം കട അതാണ്. പക്ഷെ ഇന്ത്യൻ സാഹിത്യ ചിന്തയിൽ ഭരതൻ അഗ്രിപനാണ്. ഭരതന് ഒരു സ്വന്തം മഹത്വം പുനഃസ്ഥാപിച്ച് കിട്ടിയത് സാഹിത്യത്തിലേക്ക് വന്നപ്പോഴാണ്. അല്ലാതെ ശ്രീരാമൻ്റെ അനുജെന്നുള്ള നിലക്ക് പുള്ളി ആരും ഉപയോഗിച്ചില്ല. നേരെ കുറിച്ച് സാഹിത്യത്തിന് ഭരതൻ എന്ന് പറഞ്ഞ് ഭരതൻ മുനി എന്ന് അദ്ദേഹത്തിന് ഈ വലിയ അടിസ്ഥാന സത്യം പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ കവിതയെല്ലാം വായിച്ച് അതിന് കവിത വായിക്കാൻ അവിടെ ഒരു ചോദ്യമുണ്ട്. കവിത വായിക്കാൻ കാവ്യസിദ്ധാന്തം അറിയണമോ? കാവ്യസിദ്ധാന്തം അറിയുന്ന ആൾക്ക് കവിത വായിച്ചാൽ ശരിയാകുന്നു. ഞാനിവിടെ കാവ്യസിദ്ധാന്തത്തെ പറ്റിയാണ് പറയുന്നതെങ്കിലും ഞാനിതിൽ 6ാമത്തെ ദിവസമെങ്കിലും എനിക്ക് പറയണമെന്ന് മനസ്സിലുള്ള വിചാരം കാവ്യസിദ്ധാന്തം ആവശ്യമില്ല. സാഹിത്യാസ്വാദനത്തിനും സാഹിത്യം മനസ്സിലാക്കാൻ ഇതെല്ലാം ആനന്ദവർദ്ധനെ സൂചിപ്പിച്ചിട്ടുണ്ട് അവിടെ. പക്ഷെ ആളുകൾ അതിനൊന്നും പ്രാധാന്യം കൊടുക്കില്ല. പ്രാധാന്യം ഈ ധ്വനി, വ്യംഗ്യം എന്നൊക്കെ പറഞ്ഞാൽ അതെല്ലാം സിദ്ധാന്തങ്ങളാണ്. ധ്വനി എന്ന് പറയുന്നത് കേട്ടാലും ഒരു മുഴക്കമുണ്ടോ, അതാണ് പിന്നെ വ്യംഗ്യം എന്ന് പറയുന്നത്. നമ്മൾ ധ്വനി എന്ന് പറഞ്ഞിട്ട് ആളെ ഭയപ്പെടുത്തും. ധ്വനി എന്നുള്ളത് ഒരു സാധാരണ ജീവിതാനുഭവമാണ്. നമ്മളൊരു ശബ്ദമുണ്ടാക്കി അതിനൊരു പ്രതിശബ്ദമുണ്ടാകും. സാഹിത്യത്തിൽ അത് വിശിഷ്ടമായ ഒരു പ്രതിധ്വനിയാണ്.
അപ്പം അതുകൊണ്ട് അതിന് ധ്വനി എന്ന് പ്രത്യേകിച്ച് പറയുകയാണ്. അപ്പോൾ ഭരതൻ എന്ത് പറഞ്ഞ കവിതയെല്ലാം വായിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സ് ലോകാനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അനുഭവത്തിലെത്തും. ആ അനുഭവം ഒരു സമഗ്രവും എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നതും എല്ലാ വിരുദ്ധ ഘടകങ്ങളെയും സമവായത്തിലെത്തിക്കുന്നതുമായിരിക്കും. അതിനെയാണ് അദ്ദേഹം രസം എന്ന് പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു, ഈ രസത്തിനപ്പുറത്ത് വേറൊന്നുമില്ല. ഭരതന്റെ നാട്യശാസ്ത്രത്തിൽ ഒരുപാട് സൂത്രങ്ങളും ശ്ലോകങ്ങളും ഉണ്ട്. 10,000 ഉണ്ടെന്ന് തോന്നുന്നു. 30 അധ്യായങ്ങളുണ്ട്. 100 പുസ്തകമാണ്. മുഴുവൻ അദ്ദേഹം തന്നെ എഴുതുകയാണെന്ന് സംശയമുണ്ട്. അത് കാലം നിർണയിക്കാൻ പോകുമ്പോൾ ഏറ്റവും വലിയ തമാശ ഇതാണ്. BC 2-ാം നൂറ്റാണ്ട് തൊട്ട് AD 2-ാം നൂറ്റാണ്ട് വരെ 4 നൂറ്റാണ്ടിനിടയിൽ എപ്പോഴെങ്കിലും ഒരു മനുഷ്യന് 400 കൊല്ലം ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ BC-യിലെ ആളാണോ AD-യിലുള്ള ആളാണോ എന്ന് തന്നെ നമുക്ക്. പക്ഷെ മിനി എന്നൊക്കെയുള്ള വാക്ക് വന്നതുകൊണ്ട് ഒരു പഴയ കാലത്തെ ആളായിരിക്കാം എന്ന് ഊഹിക്കുകയാണ്. കൃത്യമായിട്ടൊന്നും പറയാൻ കഴിയില്ല. അപ്പം നമ്മൾ ഏകം എന്നുള്ള വേദചിന്തയും ഈ രസത്തെ പറ്റിയുള്ള ഈ ചിന്തയൊക്കെ ഉണ്ടല്ലോ, അത് യൂറോപ്യന്മാർക്ക് വളരെ പ്രയാസം മനസ്സിലാക്കാൻ. അവർ ആലോചനാർത്ഥി വിചാരം ചിന്ത എന്നുള്ളത് പരിണമിച്ചു വരുന്ന ഒരു സങ്കല്പമാണ്. അവിടെ ഭാരതീയ ഇന്ത്യയെ പറ്റി പറയുമ്പോൾ മാക്സ് മുള്ളറായാലും ആരായാലും അവർക്ക് ഇവർ എങ്ങനെ, അതുകൊണ്ട് ഇവരുടെ ഒരു സൂത്രം എന്താണെന്ന് വെച്ചാൽ ഈ ഋഷികളുടെയും മറ്റും ഉപനിഷത്തിൻ്റെയും മറ്റും കാലം പറയുമ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകാതെ ഇങ്ങോട്ട് കൊണ്ടുവരും. അത്ര പഴയതല്ല, പുതിയ കാലത്തേതായിരിക്കും. നമ്മൾ പണ്ഡിതന്മാരുടെ ആ സ്വഭാവത്തെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ട. വെറുതെ മാക്സ് മുള്ളർ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മളോട് വലിയ സ്നേഹിയാണ്. വിവേകാനന്ദ സ്വാമിയോട് പറഞ്ഞ പോലെ ഇതാ സായിപ്പായിട്ടുള്ള ഒരു സന്യാസിയാണ്. എല്ലാം ശരിയാണ്. പക്ഷെ അവർക്ക് എങ്ങനെയാണ് ഈ 2000 കൊല്ലം മുമ്പ് ഇങ്ങനെ ചിന്തിച്ചത് എന്ന്. പക്ഷെ ചിന്തകന്മാർ, വളരെ ഉയർന്ന ചിന്തകന്മാർ, വലിയ പരിണാമമൊന്നുമില്ലാതെ അവർക്ക് മനസ്സിലൊരു അന്തർദർശനം എന്ന് പറയും, പെട്ടെന്നൊരു തോന്നലുണ്ട്. അത് അരിസ്റ്റോട്ടിൽ നിന്നുണ്ടായാലും അതെന്താ ഇവർ സമ്മതിക്കാത്തത്? അരിസ്റ്റോട്ടിൽ കുറേ പുസ്തകം എഴുതിയെന്ന് പറയും. സത്യത്തിൽ അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടിയുള്ള കുറിപ്പുകളെ എഴുതിയിട്ടുണ്ട്. പുസ്തകം റെട്ടറിക്ക്, എനിക്ക് തോന്നുന്നു പോളിറ്റിക്സ് തന്നെ പുസ്തകമാണെന്ന് സംശയമുണ്ട്. പോളിറ്റിക്സും റെട്ടറിക്കും പുസ്തകമായിരിക്കും. ബാക്കിയെല്ലാം ഈ റെട്ടറിക്കിൽ തന്നെ പുസ്തകമാക്കിയത് ചിലപ്പോൾ പിൽക്കാലത്തുള്ളവരായിരിക്കും. ആണ് ഇവരിങ്ങനെ പറഞ്ഞു നടക്കുന്ന. അപ്പോൾ കൂടെ പ്ലാറ്റോവിൻ്റെ അക്കാഡമി എന്ന് പറയുന്നത് തന്നെ അങ്ങനെയാണല്ലോ. നടന്ന് കൂടെ ഇവരും കൂടെ വർത്താനം പറയും. പുസ്തകത്തിനെതിരായിരുന്നു ഗ്രീക്കുകാർ, വിശേഷിച്ച് സോക്രട്ടീസ്. സോക്രട്ടീസ് പുസ്തകം എഴുതിയിട്ടേ ഇല്ല. പ്ലാറ്റോ ആണ് അദ്ദേഹത്തെ പറ്റി എന്തെങ്കിലും എഴുതിയത്. പിന്നെ അരിസ്റ്റോട്ടിൽ എഴുതി. സോക്രട്ടീസ് ഇല്ലെങ്കിൽ ഒരു 2 പേരും ഉണ്ടാവില്ല. പുസ്തകം എഴുതാത്ത ആളാണ് അദ്ദേഹം. അപ്പോൾ ഈ പ്ലാറ്റോ ഇതിനെപ്പറ്റി അരിസ്റ്റോട്ടിൽ പലതും എഴുതി. പിന്നെ അവരെ എതിർക്കുകയും ചെയ്തു. പിന്നെ അരിസ്റ്റോട്ടിൽ ഈ നമ്മുടെ വചനവിദ്യയെക്കുറിച്ച്, റെട്ടറിക്ക്, വചനവിദ്യ മറ്റുള്ളവരെ അനുനയിപ്പിച്ച് വശപ്പെടുത്തലാണ്. ഇറ്റ് ഈസ് ദി ആർട്ട് ഓഫ് പെർsuasion. ഗ്രീക്കുകാർക്ക് ഡെമോക്രസി വളരെ. അപ്പോൾ അവർ വർത്തമാനം പറഞ്ഞ ആളെ, സോക്രട്ടീസ് അത് തന്നെയാണ്, രാവിലെ തുടങ്ങും വർത്തമാനം പറയും. വഴിയെ പോകുന്ന പിള്ളേരെ മുഴുവൻ വിളിച്ച് വർത്തമാനം പറഞ്ഞ് കീഴ്പ്പെടുത്തുകയാണ് സോക്രട്ടീസിൻ്റെ സമ്പ്രദായം. അങ്ങനെ സഹിക്കാൻ കഴിയാതെയാണ് അയാളെ കൊന്നത്. ഭരണകൂടം മാത്രമല്ല, ജനങ്ങൾക്ക് സഹിക്കാൻ കഴിയുണ്ടായി. അദ്ദേഹത്തെ പറയുന്നത് ഗ്രീസിലെ ഓക്സസ് നദിയാണ്. അതിൻ്റെ തീരത്തോടെ ഈ ഭാര്യയെ സഹിക്കാനാകാതെ ഇയാൾ വീട്ടിലും പോകില്ല. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ചു. ഭാര്യയെ സഹിക്കാൻ വയ്യ, അവിടെ വീട്ടിലും പോയിക്കൂടെ. നാട്ടിൽ ഇയാളെ സഹിക്കാൻ കഴിയാത്ത സ്ഥിതിയുമായി. കാരണം
സോക്രട്ടീസിന്റെ ജീവചരിത്രം രണ്ട് വാചകത്തിൽ പറയാൻ പറഞ്ഞ ഇതാണ് അത്. അപ്പോൾ ഈ റെട്രിക്കില് പൊയറ്റിക്സ് എന്നൊക്കെ നമ്മൾ പറയും, ബഹുവചനത്തിലാണ് പറയുന്നത്, പൊയറ്റിക് എന്നല്ല. പൊയറ്റിക്സ് എന്ന് പറയും ബഹുവചനത്തിലാണ് പറയുന്നത്. പക്ഷേ അരിസ്റ്റോട്ടിൽ ആകെ പറഞ്ഞ് ബാക്കി നിൽക്കുന്നത് കഥാർസിസ് എന്ന ഒരു തത്വം മാത്രമാണ്. എല്ലാം വായിച്ചു കഴിയുമ്പോൾ വികാരങ്ങളുടെ ഒരു അമിതമായ ഉദ്വേഗമുണ്ടായി അതിന് ഒരു വിരേചനം സംഭവിക്കും, അല്ലെങ്കിൽ അത് അവസാനിക്കും. അതാണ് ഈ കഥാർസിസ്. അതിന് വിരേചനം എന്നുള്ള അർത്ഥം പറയുന്നത് മനസ്സിൽ നിന്ന് കൂടുതലുള്ളത് എക്സസ് ഇമോഷൻ ഒഴിഞ്ഞു പോകും എന്ന് പറയും. അതൊരു സമഗ്ര വികാരമാണ്. അത് വികാരത്തിന് എന്തോ ഒരു രൂപാന്തരം സംഭവിപ്പിക്കുന്നു. അത് തീർച്ചയായിട്ടും വികാരത്തിൻ്റെ ഒരു സമീകരണമുണ്ട് അതിൽ. നമ്മൾ സമീകരണം എന്നുള്ള വാക്ക് പറഞ്ഞാൽ മതി. കഥാർസിസിന് വിരേചനം എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് അവിടെ കണ്ടെടുക്കുക ഓർമ്മ വരും. വിരേചനത്തിൻ്റെ അതൊക്കെ ഓരോ ഭാഷയിലെ പ്രയോഗമാണ്. ഒരു സമീകരണമാണ് വികാര സമീകരണം. സമീകരണം വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഏറ്റവും നല്ല ഫലം ഉണ്ടാകും. ഇപ്പം ആയുർവേദത്തിൽ വാദം പിത്തം കഫം എന്ന് പറയില്ലേ, 3 ദോഷങ്ങൾ എന്ന് പറയും. പക്ഷെ ഈ 3 ദോഷങ്ങളാണ് ശരീരത്തിൽ നിലനിർത്തുന്നത്. ഇങ്ങനെ അവയുടെ സമീകരണം, പാബ്രാചാര്യർ അത് വളരെ വ്യക്തമായിട്ട് പറയും. അവയുടെ സമീകരണം, വാദപിത്ത കഫങ്ങളുടെ സമീകരണം. ദുഷിച്ചു പോകുന്നതുകൊണ്ട് ദോഷം എന്ന് പേര് പറഞ്ഞു, പക്ഷെ ശരീരത്തിൽ നിലനിർത്തുന്നത് കൊണ്ട് അവയാണ്. അത്തരത്തിലാണ് ഇവിടെ നമ്മൾ ഈ വികാരത്തെ പറ്റി പറയുന്നത്. വികാരം നമ്മളെ നശിപ്പിക്കുന്നതും സമീകരണത്തിൽ നമ്മൾക്ക് സ്വസ്ഥതയും ആനന്ദവും തരുന്നതുമാണ്. ഒരേ വസ്തുവാണ്, അവയുടെ മാത്രാഭേദം. പക്ഷെ അവയുടെ ഡോസ്, ഇപ്പം മരുന്നുണ്ടല്ലോ, അതിനെന്തിനാണ് ഡോക്ടർമാർ ഡോസ് പറയുന്നത്? അതുപോലെ വികാരത്തിന് ഒരു ഡോസുണ്ട്. ആ ഡോസ് ആത്മാവിൻ്റെ ആനന്ദം വരുത്തുന്ന ഒരു ഡോസുണ്ട്. ആ ഡോസ് തന്നെ ആയാൽ അത് സമീകരണത്തിലെത്തുമെന്ന് അരിസ്റ്റോട്ടിൽ കണ്ടു. നമ്മളും അതുപോലെ തന്നെ നമ്മൾ ഈ രസത്തിൽ, അപ്പം അതിന് രസം എങ്ങനെ ഉണ്ടാകുന്ന ഒരുപാട് ഭിന്ന ഘടകങ്ങൾ, വിഭാവങ്ങൾ, അനുഭാവങ്ങൾ. അപ്പം അത് മുണ്ടശ്ശേരി മാഷ്ട കാവ്യപീഠിക ഒന്ന് വായിക്കണം. അപ്പം അതിൻ്റെയൊക്കെ സാധാരണ മലയാള വാക്കുകൾ, നമ്മുടെ ഈ ചുറ്റുപാടുമുള്ള വസ്തുക്കൾ, വികാരത്തെ. എനിക്ക് ഇപ്പം സീതയ്ക്ക് ശ്രീരാമൻ അയോധ്യയിലിരിക്കുന്ന യാഗം കഴിക്കാൻ പോകുന്നു. അപ്പോൾ ആശ്രമത്തിൻ്റെ അവിടെ വന്ന് അപ്പം ആ ചുറ്റുപാടുമുള്ള സന്ധ്യാകാലം, പിന്നെ ഏകാന്തത, അവയെല്ലാം സീതയുടെ ഈ ദുഃഖത്തെ വളർത്തുന്നു. അതുകൊണ്ട് അവയെ വിഭാവങ്ങൾ എന്ന് പറയും. വിഭാവം എന്ന് പറയുന്നതിന് അത്രയേ ഉള്ളൂ, ഭൗതിക സാഹചര്യങ്ങൾ, അതിനനുകൂലമായ. അപ്പം നട്ടുച്ചക്ക് സീത പോയിട്ട് ചിന്തിക്കില്ല. കാരണം എത്രയായാലും നട്ടുച്ചക്ക് ഈ ഭൗതിക സാഹചര്യം കിട്ടുകയില്ല. സന്ധ്യ ആകുമ്പോൾ തനിയെ നമ്മളെന്തിനാണ് ഈശ്വര പ്രാർത്ഥന സന്ധ്യയ്ക്ക് വയ്ക്കുന്നത്? അവിടെ ഒരു വിഭാവത്തിൻ്റെ അനുയോജ്യതയുണ്ട്, ഒരു സമീകരണമുണ്ട്. വെളിച്ചം പോകുന്നു, ഇരുട്ട് വരാൻ പോകുന്നു, മനസ്സ് പതറുന്നു. മനസ്സിനൊരു ഏകാഗ്രത കിട്ടാൻ ഈശ്വരവിശ്വാസികൾ ഈശ്വരനെ പ്രാർത്ഥിക്കുന്നു. എന്നതുപോലെയാണ് സീത പോയി സ്ഥിതി ചെയ്താൽ ഉടയാന്തവാടിയിൽ. അങ്ങനെ ഇതെല്ലാം അതിൻ്റെ ആശാൻ തന്നെ പറയുന്നുണ്ട്. അതുപോലെയാണ് ഈ രസങ്ങൾ. അപ്പം ഭരതനത് ഉറപ്പിച്ചു, നഹി രസാധൃതേ കശ്ചിത് അന്യ അർത്ഥപ്രവർത്തത. ചെറിയ ഭാഗമാണ്. രസത്തിൽ നിന്ന് അന്യമായി, ഹൃദയം എന്ന് പറഞ്ഞാൽ അന്യമായിട്ട്, രസത്തെ ഒഴിവാക്കിയിട്ട്, കശ്ചിത് അർത്ഥ എന്ന പ്രവർത്തത, ഒരർത്ഥവും പ്രവർത്തിക്കുന്നില്ല. നമ്മുടെ വലിയ തത്വചിന്ത, നമ്മുടെ സർവ സിദ്ധാന്തങ്ങളും അതിൽ ഒതുങ്ങിയിരിക്കുക. ഒരെഴുത്തുകാരൻ എത്ര സിദ്ധാന്തം ഉപയോഗിക്കണം, എത്ര വിജ്ഞാനം ഉപയോഗിക്കണം, ഇതൊക്കെ നമ്മളിന്ന് വലിയ ചർച്ചകളാണ്. യൂറോപ്പിൽ ഒരുപടി പുസ്തകങ്ങൾ പറ്റി എഴുതും. എത്ര വാക്കുകൾ, ഏത് രീതി, ശൈലി, അത് ഇത് എല്ലാം ആകാം. അതെല്ലാം ഈ രസത്തെ വളർത്തി കൊണ്ടുവന്ന് അതിനെ
സമീകരിച്ച് നിർത്തുന്ന ആ അളവിൽ നിങ്ങൾ ആ അളവിലായിരിക്കണം. അതാണ് ഈ പറയുന്നത്. എന്തുകൊണ്ടാണ് അച്ഛൻ മരിച്ചിട്ടോ അല്ലെ അമ്മ മരിച്ചിട്ട് കുട്ടികൾ നിലവിളിക്കുന്നത്? ഒരു ടേപ്പ് റെക്കോർഡ് ചെയ്തിട്ട് അത് റീപ്രൊഡ്യൂസ് ചെയ്ത് എന്തുകൊണ്ട് കലയാകുന്നില്ല? അപ്പം എനിക്ക് തന്നെ ഓർമ്മയുണ്ട്, അച്ഛൻ മരിച്ചിട്ട് കരഞ്ഞത്. കുറേ കരയോ ഒന്നും പറയാതെ മിണ്ടാതിരിക്കും. അത് മുഴുവൻ ഒരു ചെറിയ ഫിലിമാക്കി കൊണ്ടുവന്നിട്ട് ഇതാക്കിയാൽ അത് നമ്മളെ ആരെയും ആകർഷിക്കാൻ പോകുന്നില്ല. എനിക്ക് തന്നെയും പിന്നെ അത് ബോറായി തോന്നും. നേരെ മറിച്ച് അതിലുള്ള സാർത്ഥകങ്ങളായ മൗനങ്ങൾ, പിന്നെ ഒരു നോട്ടം, അങ്ങനെ ചില സംഗതികളെ യോജിപ്പിച്ച് അത് എന്തിനാണെന്ന് വെച്ചാൽ അച്ഛൻ മരിച്ചതിലുള്ള ദുഃഖമാണ് അതിലെ നിയാമകമായ വൈകാരിക സത്യം. ആ സത്യത്തെ ഒരിക്കലും മറക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സാഹിത്യ സിദ്ധാന്തമുണ്ടല്ലോ, സാഹിത്യ സിദ്ധാന്തങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കി. അപ്പോൾ ഇതിൽ ഇത്രയധികം വിജ്ഞാനം വേണം, സോഷ്യോളജി വേണം, ഫിലോസഫി വേണം എന്നതിനെ പറ്റിയൊക്കെ ഒരുപാട് ചർച്ചകളുണ്ട്. ഇതിൻ്റെ ഘടന എങ്ങനെ വേണം, ഈ കാലഘട്ടത്തിലുള്ള ഡീകൺസ്ട്രക്ഷൻ, അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സിദ്ധാന്തങ്ങൾ, ബാർത്ത് തുടങ്ങിയവരുടെ ഇവരുടെ എല്ലാം സിദ്ധാന്തം, അതിൻ്റെ എല്ലാം അർത്ഥം വലിയ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട് ഇന്ത്യയിൽ നഷ്ടപ്പെട്ടു. യൂറോപ്പിലും അമേരിക്കയിലുമുള്ള ഇന്നത്തെ ലിറ്ററേച്ചർ പ്രൊഫസർമാരുണ്ടല്ലോ, ഇന്ത്യയിലെ പിൽക്കാലത്തെ വാമനൻ, കുന്തകൻ എന്നൊക്കെ പറഞ്ഞ് മഹിമഭട്ടൻ തുടങ്ങിയ ആളുകളുണ്ടല്ലോ, ഒരുപാട് പേരുകളുണ്ട്. അവരെ പോലെ ഈ മുഖ്യമായ കാഴ്ച നഷ്ടപ്പെട്ട് പാർശ്വങ്ങളായ പാർശ്വഗതങ്ങളായ കാഴ്ചകളിൽ ശ്രദ്ധ തിരിച്ചവരാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞാൽ അത് പഴയ ആചാര്യന്മാരിൽ നിന്ദിക്കലായി മാറുമോ എന്നുള്ളതുകൊണ്ട് വഴിനീളെ ഞാനത് ഉപയോഗിക്കണമോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഒരു വലിയ സത്യത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ അതിൻ്റെ അവയവങ്ങളെ പിടിച്ച് സത്യത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്ന മനുഷ്യൻ്റെ ഈ ഒരു നിസ്സഹായതയെ ചിത്രീകരിക്കുന്ന ഒരു കഥ, അത് ആനയെ കുരുടന്മാർ കണ്ട പോലെ എന്നാണ്. പക്ഷെ ഇന്ന് ആചാര്യന്മാരെ പറ്റി പറയുന്നത് ഗുരുനിന്ദയാണ് എന്നൊക്കെ ആളുകൾ പറയുകയും ചെയ്യും. നമ്മളെല്ലാം അങ്ങനെയാണ്. നമ്മൾ ഈ ഒരു വലിയ ആനയാണ്, അതിപ്പോൾ ചെറിയ മനുഷ്യനാണ്, അവന് കാഴ്ചയില്ല, അവൻ എന്ത് ചെയ്യും? ആനയാണ് ആകെയുള്ള ഒരു സംഗതി. അപ്പം അവൻ പോയിട്ട് അതിൻ്റെ കാല് പിടിക്കും. കാല് പിടിക്കുമ്പോഴൊക്കെ അവൻ കുറേ തപ്പി നോക്കുമ്പോൾ ഉരുണ്ട് തന്നെ. അപ്പോൾ ആന തൂണ് പോലെയാണ്, തൂണ് പോലെയാണ്. പക്ഷെ ആനയുടെ ഒരു അവയവം മാത്രമാണ് തൂണ് പോലെ, ഒരവയവം മാത്രമാണെന്ന് കാണാതെ പോയി. നമ്മുടെ സാഹിത്യകാരന്മാർക്ക് വന്നത് അതാണ്. വാമനന് കവിതയുടെ ആത്മാവെന്ത് എന്നൊരു ചോദ്യം ചോദിക്കണം. ഇന്ത്യക്കാരനാണ്, എപ്പോഴും ആത്മാവെന്തെന്ന് ചോദിക്കണം. പുള്ളി ആദ്യത്തെ ചോദ്യം തന്നെ രീതിരാത്മാ കാവ്യസ്യ എന്ന് പറയും. പുള്ളി കണ്ടത് ഈ രീതി എന്നുള്ള കാലാണ്. അപ്പോൾ കാലില്ലാതെ നിൽക്കില്ല. അപ്പോൾ ആ വാമനൻ പറഞ്ഞു, ആ പേര് ചോദിച്ച പേര് ചെറിയ ആളാണ് വാമനൻ. അപ്പം അങ്ങനെ കാല് പിടിച്ചതേ ഉള്ളൂ. ഇപ്പോൾ കാലാണ് ആന എന്ന് പറയുന്ന സത്യമേ. ഈ രീതിയാണ് ആത്മാവ് സാഹിത്യത്തിൻ്റെ എന്ന് പറയുന്നത്. രീതി ഭരതമുനി പറഞ്ഞതാണ്, അതിനപ്പുറത്ത് പോകാൻ കഴിയില്ല. ഒരു ഋഷി പറഞ്ഞ വാക്കിനപ്പുറത്ത് പോകാൻ കഴിയില്ല. ഋഷിയണാം പുനരാദ്യാന വാചനർത്ഥോനുധാവതി എന്ന് പറയും. ഋഷികളൊരു വാക്ക് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമുണ്ടല്ലോ, പിറകോട് ചെയ്യും, തെറ്റിപ്പോവില്ല എന്ന് പറയും. ഇത് കടന്ന വാക്കാണെങ്കിൽ അത് ഈ അന്തർദർശനം കൊണ്ട് കിട്ടുന്ന സത്യത്തിൻ്റെ. അരിസ്റ്റോട്ടിൽ എങ്ങനെയാണ് കഥാർസിസ് എന്ന് പറഞ്ഞത്? അതിനു മുമ്പും അതിന് ശേഷവും അത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല. ഗ്രീക്ക് ഭാഷയിലെ വിരേചനത്തിന് കഥാർസിസ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് നമ്മൾ അറിയുന്നത് നമ്മളുടെ ആരോഗ്യ പ്രശ്നമൊന്നും ഉള്ളത് കൊണ്ടല്ല, നേരെ മറിച്ച് പോയറ്റിക്സ് വായിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. അത്ഭുതമല്ലേ ഇത്? അപ്പം അദ്ദേഹത്തിന് ഒരു തോന്നലാണ് ഇത്. ഈ വികാരങ്ങൾക്ക് ഒരു വിരേചനമോ സംശോധനമോ ഒക്കെ വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് അദ്ദേഹം ഒരു പേര് പറഞ്ഞു. അത് യൂറോപ്പിൽ ഇന്നും മുടങ്ങുകയാണ്.
നമ്മുടെ ധ്വനിവാദം എന്നൊക്കെ പറയുന്ന രസവാദം. അപ്പം എന്തെല്ലാം കാവ്യപീഠിക വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളമെങ്കിലും എന്തെല്ലാം ചിന്തകളിലൂടെ വന്നാലും രസവാദത്തിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കുന്നു. ആനന്ദവർദ്ധനൻ ധ്വനിവാദം കൊണ്ടുവന്നപ്പോഴും ധ്വനിക്കുന്നത് രസമാണ്. എന്താണ് ധ്വനിക്കുന്നത്? ധ്വനി എന്നുള്ളത് ഒരു ക്രിയയാണ്. എന്താണ് രസിക്കുന്നത്? അത് എന്താണ് ധ്വനിക്കുന്നത്? അത് രസമാണ്. അപ്പം അതിൻ്റെ ഒരു നീർത്തു പോകുന്ന ഒരാശയമാണ്. അങ്ങനെ ഇപ്പം 2 തരത്തിൽ നമ്മളൊരു പുസ്തകം കയ്യിൽ കിട്ടിയാൽ നമ്മുടെ ആയുസ് ഒടുക്കി പോകും. സംസ്കൃതത്തിൽ വളരെ തമാശയായിട്ട് പറയും. സംസ്കൃതത്തിൽ ഏറ്റവും നല്ല കാവ്യത്തിൻ്റെ രസാത്മകതയുടെ പരമമായ ഒരു ഉദാഹരണമായിട്ട് അവർ ഒരു ചെറിയ കാവ്യം, അതാണ് മേഘസന്ദേശം. അതിനോടുള്ള സ്നേഹം കൊണ്ട് അവർ നമ്മുടെയൊക്കെ പേര് ചുരുക്കി പറയുന്ന പോലെ മേഘം എന്ന് മാത്രം പറയും. പിന്നെ കാവ്യങ്ങളിൽ വെച്ച് ഭയങ്കരമായ കാവ്യം മാഘൻ എഴുതിയ, അതിന് മാഘം എന്നാണ് പറയുക. അതെ, ശിശുപാലവധം അല്ലേ? അതെ, ഭയങ്കര കാവ്യമാണ്. ശിശുപാലനെ അല്ല, ശിശുക്കളെ മുഴുവൻ വധമാണ്. ശിശുവധം എന്ന് പറഞ്ഞാൽ വളരെ ശരിയാണ്. ഒരു കുട്ടിക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല. ഞാനതൊരു 4-5 പദ്യമല്ലാതെ അതിനപ്പുറത്ത് പോയിട്ടില്ല. അതിനുശേഷം ഇങ്ങനെ മെരുങ്ങി പോയി. ശിശുപാലവധം വായിച്ചിട്ട് മെരുങ്ങി പോകും. അപ്പം ഇത് 2 വ്യാഖ്യാനിച്ച ആളാണ് മല്ലിനാഥൻ. നമസ്കരിക്കണം, ഇങ്ങനെയൊരു പേര് ഈ കവിത ഒക്കെ വ്യാഖ്യാനിച്ച 2 വ്യാഖ്യാനിച്ച ആളാണ്. ഒരു അവസാനം കക്ഷി ഒരു അഭിപ്രായം പറയും. ഞാനിപ്പോൾ വയസ്സനായി, ഞാനിങ്ങനെ വയസ്സനായത് മാഘവും മേഘവും വായിച്ചിട്ട് വയസ്സനായതാണ്. 2 അർത്ഥത്തിലാണ്. ഒന്ന് ബഹുമാനിക്കുകയാണ്, മറ്റൊന്ന് തൻ്റെ കഷ്ടപ്പാട് പറയുകയാണ്. മാഘേ മേഘേ വയോഗതം. മാഘനിലും മേഘത്തിൽ എൻ്റെ വയസ്സ് ഞാൻ വൃദ്ധനായിപ്പോയി. വളരെ സിമ്പിൾ സംസ്കൃതം കേട്ടോ. സംസ്കൃതം എന്ന് പറഞ്ഞുകൊണ്ട് പേനൊക്കെ ടോപ്പിട്ട് കളയായിരുന്നു. സംസ്കൃതം എന്ന് പറഞ്ഞുകൊണ്ട് ടോപ്പ് തുറന്നിട്ട് എഴുതുകയും ചെയ്യുക. മാഘേ മേഘേ വയോഗതം. മാഘനിലും മേഘത്തിലും. മേഘത്തിൽ എങ്ങനെയാണ് ഒരർത്ഥം വന്ന് ആ അർത്ഥത്തിൻ്റെ പുറകെ ഇങ്ങനെ മേഘം ആകാശത്തൂടെ പോയില്ലേ? അത് കാളിദാസന്റെ മേഘസന്ദേശത്തിലെ ഭാവനകളുടെ പോക്കാണ്. അനന്തമായി പോവുകയാണ് മേഘം. അതിൻ്റെ ഒരു അപ്പം അതിങ്ങനെ അർത്ഥം അന്വേഷിച്ച് ജീവിതം, അങ്ങനെ എൻ്റെ ജീവിതം ഒടുങ്ങിപ്പോകുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പരമാനന്ദകരമായ നിർവ്വാണമാണ്. ഒരു കവിത വായിച്ച് ഇത് പോകുക എന്നുള്ളത്. നേരെ മറിച്ച് മാഘനിൽ നമ്മൾ ഒരു വാക്കിന്, ഒരു പദത്തിന് 5ഉം 10ഉം അർത്ഥമൊക്കെ ഉണ്ട്. അതൊന്നും ഇതുമായിട്ട് ഒരു ബന്ധമുള്ള അർത്ഥമുണ്ട്. പലതരത്തിലുള്ള അർത്ഥങ്ങളാണ്. അതെല്ലാം അതിന് അടുക്കി വെച്ചിരിക്കും. ഒരുതരം കള്ളക്കടത്താണത്. നമ്മുടെ വിമാനത്തിലെത്തുന്ന സമയത്ത് അന്വേഷിച്ച് പിടികൊണ്ടു. ഇതും കൊണ്ട് എന്തിനാണ് താൻ പോകുന്നത്? തൻ്റെ കവിതയിൽ ഇത് ആവശ്യമില്ലല്ലോ എന്നൊക്കെ. അത്തരത്തിലൊരു ഒരു പരിശോധനയുണ്ടെങ്കിൽ നമ്മുടെ പല കവികളുടെ കൃതികൾ ഇവർ വീട്ടിൽ തന്നെ തിരിച്ചു കൊണ്ടുപോകേണ്ടി വരും. കാരണം മാഘേ മേഘേ വയോഗതം എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം അതാണ്. കവിത വായിച്ചു കഴിഞ്ഞാൽ അത് ആനന്ദമായി മാറുകയും കുറേ കഴിയുമ്പോൾ അത് കർമ്മമായി പതുക്കെ രൂപാന്തരപ്പെടുകയും ചെയ്യും. അതാണ് കവിതയുടെ സംസ്കാരം.